ബിടെക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവരുടെ 2025 ഏറ്റവും മികച്ച അവസരമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. എന്നാൽ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ PSCയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് കുറച്ചധികം ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വന്നു. കാരണം അതിൽ ബിടെക് ഇലക്ട്രോണിക്സ് എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ബിടെക് ഇലക്ട്രോണിക്സ് ഇൻ വിത്ത് ഫസ്റ്റ് ക്ലാസ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമായി. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് വന്നിട്ടുണ്ടോ, അതേപോലെ ഫസ്റ്റ് ക്ലാസിന്റെ ക്രൈറ്റീരിയ എത്രയാണ്, ഇനി നമുക്ക് CGPA അല്ലേ നമുക്കറിയാം, അത് പെർസെൻറ്റേജിലേക്ക് എങ്ങനെയാണ് മാറ്റുക, എത്ര പെർസെൻറ്റേജ് ഉണ്ടെങ്കിലാണ് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവുക തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ബിടെക് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും ബിടെക് വിത്ത് ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. അതെന്താണ്, കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ഏതെങ്കിലും സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഫസ്റ്റ് ക്ലാസ് എന്ന് മെൻഷൻ ചെയ്യാത്ത സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതായത് നിങ്ങളുടെ CGPAനെ നിങ്ങൾ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. ഈ CGPAനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് ഓരോ യൂണിവേഴ്സിറ്റികളിലും ഡിഫറൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അതായത് ആ ഫോർമുല, ആ കൺവേർഷൻ ഫോർമുല ഉണ്ടല്ലോ, അതായത് CGPAനെ നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് മാറ്റുക എന്നുള്ള ഫോർമുല, അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പം നമ്മൾ KTUവിൻ്റെത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, KTUവിൻ്റെത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ CGPAനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു 10 മൾട്ടിപ്ലൈ ചെയ്യുക, -3.75 മൈനസും ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് കിട്ടിയ CGPAനെ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് കിട്ടിയ CGPA എന്ന് പറയുന്നത് 7 CGPA എന്ന് വിചാരിക്കുക. അപ്പോൾ 7 × 10 അല്ലേ, 7 × 10 -3.75 നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ 70 - 3.75 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 66.25% എന്നാണ് കിട്ടുക. 66.25% കിട്ടും. അപ്പോൾ ഇതാണ് CGPA KTUവിൻ്റെ രീതിയിൽ പെർസെൻറ്റേജിനെ കൺവേർഷൻ ചെയ്യാനുള്ള ഫോർമുലയാണ് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത്. CGPA × 10 -3.75. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ CGPA × 9.5 ആണ്. 9.5 ആണ് ഈ CGPAനെ പെർസെൻറ്റേജിലേക്ക് മാറ്റാനുള്ള ഫോർമുല. അങ്ങനെ ഓരോരോ യൂണിവേഴ്സിറ്റീസിലും വ്യത്യസ്തമായിരിക്കും. ഇനി ഫസ്റ്റ് ക്ലാസിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 60% മുതൽ 70% വരെയുള്ള മാർക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ 60% മുതൽ 70% വരെയാണുള്ളത്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജിന്റെ ഉള്ളിലാണ്, 70ന്റെ മുകളിലോട്ടാകുമ്പോൾ വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ 60% ഫസ്റ്റ് ക്ലാസിന്റെ ക്രൈറ്റീരിയ. സോ ഈ ഫസ്റ്റ് ക്ലാസ് ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. കാര്യം ഫസ്റ്റ് ക്ലാസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ബിടെക് വിത്ത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും എന്താ പറയേണ്ട, നിങ്ങൾ ഇനി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് CGPA വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് 60% മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 60% ഉൾപ്പെടെയാണ്, അതും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരേ ഫോർമുല അല്ല ഉള്ളത്. അത് നിങ്ങളുടെ ഗ്രേഡ് ഷീറ്റിലൊക്കെ അതിൻ്റെ ആ ഒരു പെർസെൻറ്റേജിനെ കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലയൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ആ ഫോർമുല കൂടി നിങ്ങളൊന്ന് എന്ത് ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് ബിടെക് ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആളുകൾക്ക് മറ്റൊരു അവസരം കൂടി വന്നിട്ടുണ്ട്. പ്രൊബോഷണറി എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക്. ഈ പ്രൊബോഷണറി എഞ്ചിനീയറിംഗ് പോസ്റ്റ് ബെൽ എന്ന് പറയുന്ന ഭാരത് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അതൊരു PSUവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 200 വേക്കൻസി ഉള്ളൊരു നോട്ടിഫിക്കേഷനാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ടുപോയത്. അപ്പോൾ ആ ഒരു പോസ്റ്റിലും അവർ പറഞ്ഞിട്ടുണ്ട് ബിടെക് ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത്. സോ ബിടെക് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ പല പോസ്റ്റുകളിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഓരോ യൂണിവേഴ്സിറ്റിയിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റീസിലുള്ള ആളുകളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റീസിലെയും ബിടെക്കിലെ CGPAനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന ഫോർമുലകൾ അറിയാമെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത് 2025 ഒരു മികച്ച അവസരമാണ്. അപ്പോൾ ഈ അവസരം ഒരിക്കലും ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് ഉള്ള ഒരു ബിടെക് ഉദ്യോഗാർത്ഥി നഷ്ടപ്പെടുത്തരുത്. കഴിഞ്ഞ തവണ 95 റാങ്ക് ലിസ്റ്റിലുള്ള 95 ആളുകൾക്ക് നിയമനം ലഭിച്ചിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്. ടീച്ചിങ് എന്ന് പറയുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പ്രൗഡ് ആയിട്ടുള്ള ഒരു കരിയറാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ തയ്യാറെടുക്കാൻ എൻട്രിയുടെ ടീം സജ്ജമാണ്. എൻട്രിയുടെ ഏറ്റവും മികച്ച ക്ലാസ്സസ് ആയിരിക്കും ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ നിങ്ങൾ ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും
ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.